ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തിനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു നിമിഷം വരെ വേറൊരാൾക്കും ഇതേപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചന്ദ്രനിൽ നമ്മൾ കാലുകുത്തിയത് 1969-ലാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ എപ്പോൾ ആലോചിച്ചാലും നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരു പേര് നീൽ ആംസ്ട്രോങ് എന്നായിരിക്കും. കുറച്ചുകൂടി നമ്മൾ ആലോചിച്ചെടുത്താൽ നമുക്ക് ബസ് ഓൾഡ്രിൻ എന്നുള്ള ഒരു പേരും കൂടി കിട്ടും. പക്ഷെ മൂന്നാമതൊരാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി ആരും തന്നെ എവിടെയും സംസാരിക്കുന്നില്ല. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിരിക്കുന്നത് ഇദ്ദേഹത്തോടാണ്. ഈ 3 ക്രൂ അടങ്ങിയിരിക്കുന്ന ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് മൂണിലേക്ക് എത്തുകയും അത് മൂണിനെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ സ്പേസ് ക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ലാൻഡർ ഈ മൂണിലേക്ക് ലാൻഡ് ചെയ്യുകയും ഈ സ്പേസ് ക്രാഫ്റ്റ്, അതായത് കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ മൂണിനെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഈ 3 പേരിൽ മൂണിൽ ലാൻഡ് ചെയ്ത 2 പേരും ഒരാൾ ഈ കമാൻഡ് മൊഡ്യൂളിൽ നമ്മുടെ മൂണിനെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ലാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച മൊഡ്യൂളിന്റെ പേര് ഈഗിൾ എന്നാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നീൽ ആംസ്ട്രോങ് ബസ് ഓൾഡ്രിൻ നമ്മുടെ മൂണിലേക്ക് ലാൻഡ് ചെയ്യുന്നതും ആദ്യമായിട്ട് മൂണിലേക്ക് കാലുകുത്തുന്നതും. അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ്, അത് നമുക്ക് പിന്നെ മാറ്റി വെക്കാം. ഏതൊരു പ്ലാനറ്റിനോ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിനോ ഒരു സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രമാണ് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. അത് സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ടാണ്. അതിനോടൊപ്പം കമാൻഡ് മൊഡ്യൂൾ ഈ മൂണിന്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റും ചെയ്യുന്നുണ്ട്. അതായത് പകുതി സമയം കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലായിരിക്കും ഈ ഒരു സംഭവം ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതും ഏകദേശം 14 തവണ നമ്മുടെ മൂണിനെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഈ കമാൻഡ് മൊഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്ത ഇദ്ദേഹത്തിന്റെ പേരാണ് മൈക്കൽ കോളിൻസ്. അങ്ങനത്തെ പേര് ആരും തന്നെ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇദ്ദേഹമാണ് ഈ ലോകത്തിലത്തെ ഏറ്റവും, അല്ലെങ്കിൽ യൂണിവേഴ്സിലത്തെ ഏറ്റവും ലോൺലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആളെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്നത്. അതായത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇരുട്ടത്ത് ഈ കമാൻഡ് മൊഡ്യൂളിന്റെ അകത്ത് നമ്മുടെ ഭൂമിനെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂമി എന്ന് പറയുന്നത് ഏകദേശം 3-3.5-4 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അതും ഈ കാലഘട്ടം 1969-ആണ്. അന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു മേക്ക് ഷിഫ്റ്റ് ടെക്നോളജി എന്നൊക്കെ പറയാൻ തക്ക ടെക്നോളജിയാണ് ശരിക്കും അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തരം ഒരു വെഹിക്കിളില് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് 100% വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു സ്പേസ് ക്യാപ്സ്യൂളിന്റെ അകത്ത്, അതായത് ഈ കമാൻഡ് മൊഡ്യൂളിന്റെ അകത്ത് ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ശരിക്കും എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ധൈര്യം, അത് ഇദ്ദേഹത്തിന് പോലും ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഈ കമാൻഡ് മൊഡ്യൂളിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഭൂമിയായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും, അതായത് കമ്മ്യൂണിക്കേഷനും ഈ ലാൻഡറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ 2 സാധനങ്ങളും ഇല്ലാണ്ടായി നിങ്ങൾ വിചാരിക്കുക. അതായത് അന്നത്തെ ടെക്നോളജി ആണല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാൻഡർ, അതായത് ഈ കമാൻഡ് മൊഡ്യൂള് പകുതി സമയം മൂണിന്റെ ഡാർക്ക് സൈഡിലായിരിക്കും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണെന്ന് നമുക്ക് ആ ഒരു കാലത്ത് ഒന്നും തന്നെ അറിയില്ല. അവിടെ എന്താണ് ശരിക്കും അവിടെ ഉള്ളതെന്നുള്ളതും അവിടുത്തെ മിസ്റ്ററീസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പൊ ഇദ്ദേഹം ബ്ലൈൻഡ് ആയിട്ട് ഈ ഒരു ഇരുട്ടത്, ഈ ഒരു അന്ധകാരത്തിൽ കൂടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന ഒരു സൂചന പോലും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. അതിനിടയ്ക്ക് ഇദ്ദേഹവും ഭൂമിയുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ണടിച്ചിരുന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. നിങ്ങളാണ് ആ കമാൻഡ് മൊഡ്യൂളിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, വർഷം 1969. അതായത് ടെക്നോളജി ഒക്കെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നിങ്ങൾ ആലോചിക്കുക, റോക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏകദേശം ഒരു 10-15-20 വർഷം ആവണുള്ളൂ. അപ്പോൾ ഇത്രയും വർഷത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ് ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ മൂണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. ആ ഒരു കമാൻഡ് മൊഡ്യൂളിന്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ വീടിന്റെ അവിടെ ഇവിടെ കിടക്കുന്ന കാൽക്കുലേറ്ററിന്റെ അകത്തുള്ള പ്രൊസസ്സറിന് ഈ ഒരു കമാൻഡ് മൊഡ്യൂളിന്റെ അകത്തുള്ള കമ്പ്യൂട്ടറിന് കൂടുതൽ പവർ ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ പയ്യെ മൂണിനെ ഓർബിറ്റ് ചെയ്ത് മൂണിന്റെ അന്ധകാരത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിക്കാം. നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റുന്നത് ഈ ക്യാബിന്റെ അകത്തുള്ള ചെറിയ വെളിച്ചവും ആ ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് കത്തുന്ന ഒരുപാട് ലൈറ്റുകളും മാത്രമാണ്. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റാവുന്നത് ഒരുപാട് നക്ഷത്രങ്ങളെ മാത്രമാണ്. അങ്ങനെ ഈ കമാൻഡ് മൊഡ്യൂൾ പയ്യെ ഓർബിറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനലിൽ കൂടെ കാണാൻ പറ്റാവുന്നത് ഈ ഒരു വലുപ്പത്തിൽ, അല്ലെങ്കിൽ എന്റെ തള്ളവിരലിന്റെ ആ ഒരു വലുപ്പത്തിൽ നിൽക്കുന്ന ഒരു ഭൂമിനെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ മെന്റാലിറ്റി എന്തായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ ഒരു ഗ്രാവിറ്റി, ആ സിറ്റുവേഷന്റെ ആ ഒരു ഗ്രാവിറ്റി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനിടയ്ക്ക് നമ്മൾക്ക് ആകെ ആശ്വാസമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഇദ്ദേഹം കടന്നു പോയത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞത്. ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇദ്ദേഹം കടന്നു പോയിട്ടും ഇദ്ദേഹം ഒരു തരി പോലും പേടിച്ചില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ ലോകത്ത് ഏകദേശം 8.something ബില്യൺ ആൾക്കാരുണ്ട്.
അതിൽ എത്ര പേര് നമ്മുടെ ഭൂമിനെ ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? മൈക്കിൾ കോളിൻസ് ഉൾപ്പെടെ 24 പേര് മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ടും നമ്മുടെ ഭൂമിനെ ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടിട്ടുള്ളൂ. ഈ ഒരു വിഷ്വൽ ഇദ്ദേഹം നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ ഭൂമി വളരെ ഫ്രാജൈൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ഗ്ലോ ചെയ്തിരിക്കുന്ന ഒരു രത്നത്തെ പോലെയാണ് ശരിക്കും ഇദ്ദേഹം പറയുന്നത്. മാസീവ് ആയിട്ടുള്ള ഓഷ്യൻസിന്റെ നീല കളറും മേഘങ്ങളുടെ വെള്ള കളറും അതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബ്രൗൺ കളറും. ഈ ഒരു എവർ എക്സ്പാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ എല്ലാവരും താമസിക്കുന്ന നമ്മുടെ വീടാണ് ശരിക്കും ഇദ്ദേഹം ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടത്. ഈ ലോകത്തിലത്തെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ ഭൂമിയുടെ ചിത്രം എടുത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ നാസയിലേക്ക് സെലക്ട് ചെയ്യുന്നത് 1963 ഇദ്ദേഹം 2 തവണയാണ് സ്പേസിൽ പോയിരിക്കുന്നത്. 1966 ജെമിനൈ 10 പിന്നെ 1969 അപ്പോളോ 11 മിഷനിലും. അതിൽ ജെമിനൈ 10 ഇദ്ദേഹം ആദ്യമായിട്ട് സ്പേസ് വാക്ക് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ആദ്യമായിട്ട് 2 തവണ സ്പേസ് വാക്ക് ചെയ്തേക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. ഏകദേശം 1 മണിക്കൂർ 28 മിനിറ്റുമാണ് ഇദ്ദേഹം സ്പേസ് വാക്ക് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 11 ദിവസവും 2 മണിക്കൂറും 4 മിനിറ്റും ഇദ്ദേഹം ചെലവഴിച്ചത് സ്പേസിലാണ്. അതിനോടൊപ്പം തന്നെ 1968 അപ്പോളോ 8 മിഷന്റെ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷന്റെ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുത്തതും ഇദ്ദേഹമാണ്. ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്താണ് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. ശരിയാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ തലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം എടുത്തു തരാം. അതായത് നീൽ ആംസ്ട്രോങ് ആണ് മൂണിലേക്ക് ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യം മാത്രമാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ സ്കൂളുകളൊക്കെ പറയുന്നത്, അതുകൊണ്ട് പഠിപ്പിക്കുന്നത്. അതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരും ഈ പറയുന്ന പോലെ മൈക്കിൾ കോളിൻസ് പോലെയുള്ള ഇദ്ദേഹത്തിന്റെ ആ ഒരു ബ്രേവറിയും കാര്യങ്ങളൊന്നും ആരും തന്നെ എവിടെയും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വലിയൊരു ഫ്ലോ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്ന ആ ഒരു ഐഡിയ മാത്രമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നതെന്നാണ് നമ്മൾ ജീവിതാവസാനം വരെ ഒട്ടുമിക്ക ആൾക്കാരെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സോളാർ സിസ്റ്റത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫ്ലോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഒരു ചെറിയ കുട്ടിക്ക്, അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് റോക്കറ്റ് സയൻസ് ഒക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് ഒരു വിയോജിപ്പുണ്ട്. ആ ഒരു കമന്റിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് +1 +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, കാൽക്കുലസ്, ആ പറയുന്ന ഈ ഓർഗാനിക് കെമിസ്ട്രി, അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പുഷ്പം പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കിയും പഠിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ഡിഫിക്കൾട്ട് അല്ല ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു കാര്യം. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു സംഭവം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് എനിക്കൊരു തോന്നുന്നത്. ഇത് ഒരു പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടല്ല, ഒരു അവയർനെസ്സിനെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം എന്താ അറിയോ, നമ്മളെല്ലാവരും പഠിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള സംഭവങ്ങളും മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ അതുണ്ട്, ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിലുണ്ട്. സയൻസ് അല്ലാണ്ട് മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും പഠിക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ശരിക്കും നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളത്. പക്ഷേ നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ശരിക്കും സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമിക്ക് അപ്പുറം ഒരു വലിയൊരു മാസീവ് ആയിട്ടുള്ളൊരു കടലോ, എനിക്ക് അതിന്റെ വാക്കുകളില്ല, അത്രയും വലിയൊരു സംഭവം, ഒരു എക്സ്പാൻസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു സിലബസും ഇതുവരെയായിട്ട് പഠിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഓർക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഒന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.